വിവാദങ്ങളുടെ തോഴൻ ഗൗതം അദാനി രാഷ്ട്രീയത്തിലില്ല. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട, വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലെ വിവാദ വില്ലനായി രാഷ്ട്രീയ വൃത്തങ്ങളിലെ സ്ഥിരം സാന്നിധ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖത്തിന്റെ ഉടയവൻ, $100 ബില്യൺ കടന്ന ആസ്തി, ഒരു ഘട്ടത്തിൽ ഫോബ്സിന്റെ ആഗോള ശതകോടീശ്വര പട്ടികയിൽ ടോപ്പ് 10-ൽ സ്ഥാനം. എന്നാൽ വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്ന ഒരു രാജകുമാരനായിരുന്നില്ല ഗൗതം അദാനി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ടെക്സ്റ്റൈൽ വ്യാപാരം നടത്തിയിരുന്ന ഒരു സാധാരണ കുടുംബത്തിൽ 1962-ൽ ജനനം. പഠനത്തിൽ ഒട്ടും മിടുക്കനായിരുന്നില്ല. 16-ാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം. അഹമ്മദാബാദിൽ നിന്ന് മുംബൈക്ക് ട്രെയിൻ കയറി. മഹേന്ദ്ര പ്രദേശ് എന്ന കമ്പനിയിൽ വജ്രങ്ങൾ തരംതിരിക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം 19-ാം വയസ്സിൽ സവേരി ബസാറിൽ വജ്രങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു ബ്രോക്കറേജ് സ്ഥാപനം അദ്ദേഹം തുറന്നു. ഒരു ജപ്പാൻ ബയറിന് വേണ്ടി വജ്ര ഇടപാട് നടത്തി 10,000 രൂപ സമ്പാദിച്ചു. പണം നന്നായി ഉണ്ടാക്കാവുന്ന ബിസിനസ്സാണെന്ന് മനസ്സിലായെങ്കിലും മനസ്സ് അവിടെ ഉറച്ചില്ല. കമ്മോഡിറ്റികൾ, പ്ലാസ്റ്റിക് എന്നിവയുടെ ട്രേഡിലേക്കും കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സിലേക്കും അദ്ദേഹം കടന്നു. 1988-ൽ അദാനി എക്സ്പോർട്സ് എന്ന സ്ഥാപനത്തിന് അങ്ങനെ തുടക്കമായി. ബിസിനസ് പതിയെ തുറമുഖങ്ങൾ, വൈദ്യുതി, പ്രകൃതി വിഭവങ്ങൾ എന്നിവയിലേക്ക് വ്യാപിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമായ മുന്ദ്ര പോർട്ട് ഗുജറാത്ത് തീരത്ത് യാഥാർത്ഥ്യമായി. വിഴിഞ്ഞമടക്കം എണ്ണം പറഞ്ഞ തുറമുഖങ്ങൾ പിന്നാലെ ആ ബിസിനസ്സിന് കരുത്തായി. കടലിൽ നിന്ന് ബിസിനസ് ആകാശത്തേക്ക്. മുംബൈയും അഹമ്മദാബാദും തിരുവനന്തപുരവും അടക്കം 8ഓളം വിമാനത്താവളങ്ങൾ ഇന്ന് അദാനി ഗ്രൂപ്പ് നടത്തുന്നു. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഹരിതോർജ്ജം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഇന്ന് അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ്. വിവാദങ്ങൾ എന്നും അദാനിയുടെ വളർച്ചയുടെ ഭാഗമായിരുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഇതുവരെ അദാനി മറുപടി പറഞ്ഞിട്ടില്ല. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഓഹരികളുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞെങ്കിലും കുലുങ്ങിയില്ല. ഒരു ചെറിയ ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരനായി അഹമ്മദാബാദിൽ ഒതുങ്ങേണ്ടിയിരുന്ന കരിയർ ഗ്രാഫ് ഗൗതം അദാനി നീട്ടിവരച്ചത് സ്വന്തം കാഴ്ചപ്പാടും കഠിനാധ്വാനവും ചേർത്താണ്. എവിടെ തുടങ്ങുന്നു എന്നതല്ല, ആ തുടക്കത്തെ എവിടേക്ക് വളർത്തുന്നു എന്നതിലാണ് കാര്യം. അക്കാര്യത്തിൽ അനുകരണീയമായ ഒരു മാതൃകയാണ് നിസ്സംശയം അദാനി.